വെൽക്കം ടു ജോളിസ് കുലീന. ഇന്ന് ഞാൻ ടൊമാറ്റോ കൊണ്ടുള്ള ഒരു ചട്നിയാണ് ഉണ്ടാക്കിയത്. ടൊമാറ്റോ ചട്നി ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ തക്കാളി ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ എണ്ണ, ഇതിലേക്ക് ഒരു സവോള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തത്, വെളുത്തുള്ളി അല്ലി കട്ട് ചെയ്തതാണ്. ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 2 എണ്ണം വേണം. ഇത് ഇവിടെ നന്നായിട്ട് വഴറ്റണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇത് കുറച്ചൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 ടൊമാറ്റോ കട്ട് ചെയ്തത്, ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലോട്ടിട്ട് കൊടുക്കുകയാണ്. ഇത് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണിത്. ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇത് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഈ ടൊമാറ്റോയുടെ തോൽ അതൊന്ന് ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് വഴറ്റി കൊടുക്കാം. ഈ മുളക് അതിലൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. ഇതൊരു 3-4 പേർക്ക് കഴിക്കാനുള്ള ചട്നിയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തണുത്ത ശേഷം ഇത് നമുക്ക് മിക്സിയിൽ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ടൊമാറ്റോ ചട്നിക്ക് വേണ്ടുന്ന മിക്സ് ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചീനിച്ചട്ടിയിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഒരു ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് ഈ കൂട്ടിലേക്ക് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും സവോളയും ഇഞ്ചി വെളുത്തുള്ളിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചെറുതായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും
അടുപ്പ് ഓഫ് ചെയ്യാം. അങ്ങനെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില അവസാനം ഇറക്കുമ്പോഴത്തേക്ക് മേളിലേക്ക് ഒന്ന് വിതറി ഇറക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചട്നിയാണിത്, ടൊമാറ്റോ ചമ്മന്തി. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.